നമ്മുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ നമ്മളിൽ തന്നെയോ ഉള്ള ചിലരുടെ അലമാരകൾ തുറന്നു നോക്കിയാൽ ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. അവിടെ പലതരം പാറ്റേണുകളിലും ഡിസൈനുകളിലുമുള്ള കറുത്ത വസ്ത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ കാണാൻ സാധിക്കും. മറ്റുള്ളവരെല്ലാം പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കും തിളക്കമാർന്ന നിറങ്ങൾക്കും പിന്നാലെ പായുമ്പോൾ ഒരു കൂട്ടർ മാത്രം എപ്പോഴും കറുപ്പ് നിറത്തെ നെഞ്ചോട് ചേർക്കുന്നു. ഇത് കേവലം ഒരു ഫാഷൻ താല്പര്യം മാത്രമാണെന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. ഒരാൾ സ്ഥിരമായി കറുത്ത വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ വളരെ ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങളും അവരുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളും അടങ്ങിയിരിക്കുന്നുവെന്നാണ് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മനുഷ്യ സംസ്കാരത്തിൽ കറുപ്പ് നിറത്തിന് എന്നും സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. അത് ഒരേ സമയം ഗാംഭീര്യത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമാകുമ്പോൾ തന്നെ ജീവിതത്തിന്റെ വിഭിന്ന സാഹചര്യങ്ങളിൽ ഒരുപോലെ സ്വീകരിക്കപ്പെടുന്ന ഒന്നായി മാറുന്നു. ശവസംസ്കാര ചടങ്ങുകൾ പോലെയുള്ള ഗൗരവമേറിയ അവസരങ്ങൾ മുതൽ അത്യാധുനിക ഫാഷൻ ഷോകളിൽ വരെ കറുപ്പ് നിറത്തിന് കൃത്യമായ മേധാവിത്വമുണ്ട്. ലോകോത്തര ലക്ഷറി ബ്രാൻഡുകൾ, പ്രശസ്തരായ റോക്ക് സ്റ്റാറുകൾ, കലാകാരന്മാർ, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ നയിക്കുന്നവർ എന്നിവരെല്ലാം ഈ പറഞ്ഞ നിറത്തെ പ്രണയിക്കുന്നവരാണ്. വസ്ത്രധാരണങ്ങളിലൂടെ തങ്ങൾ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കറുപ്പ് എപ്പോഴും ഒരു മികച്ച മാധ്യമമായി മാറുന്നു. വർണ്ണ മനഃശാസ്ത്രത്തെക്കുറിച്ച് ലോകമെമ്പാടും വിപുലമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഗവേഷകരായ ആൻഡ്രൂ ഏലിയറ്റും മാർക്കസ് മേയറും ചേർന്ന് നടത്തിയ പഠനങ്ങൾ നിറങ്ങൾ മനുഷ്യൻ്റെ ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ഗവേഷണങ്ങൾ കൂടുതലും ചുവപ്പ് നിറത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചായിരുന്നുവെങ്കിലും കറുത്ത വസ്ത്രങ്ങളെക്കുറിച്ചുള്ള മറ്റ് അനുബന്ധ പഠനങ്ങൾ തെളിയിക്കുന്നത് ആളുകൾ കറുപ്പിനെ അധികാരം, കഴിവ്, ഗൗരവം എന്നിവയുമായാണ് എപ്പോഴും ബന്ധപ്പെടുത്തുന്നത് എന്നാണ്. UK-യിലെ പ്രശസ്തമായ ഒരു ഫാഷൻ റീറ്റെയിലർ നടത്തിയ വിപുലമായ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് കറുപ്പ് നിറം ധരിക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും ബുദ്ധിശക്തിയുള്ളവരുമായി അനുഭവപ്പെടുന്നു എന്നാണ്. കറുപ്പ് നിറം ഒരാൾക്ക് നൽകുന്നത് വളരെ ശാന്തവും എന്നാൽ ശക്തവുമായ ഒരു സാന്നിധ്യമാണ്. ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഉറക്കെ വിളിച്ചു പറയുന്നില്ല. പകരം അതിൻ്റെ നിശബ്ദമായ ഗാംഭീര്യം കൊണ്ട് ആദരവ് പിടിച്ചു പറ്റുന്നു. കോർപ്പറേറ്റ് ലോകത്തും ഔദ്യോഗിക മീറ്റിംഗുകളിലും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ആളുകൾ താൽപ്പര്യപ്പെടുന്നതിൻ്റെ പ്രധാന കാരണവും മറ്റൊന്നുമല്ല. അത് തങ്ങളിൽ ഒരു മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രതിഫലിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. ഓഫീസുകളിലെ യൂണിഫോമുകളിൽ കറുപ്പ് ഉപയോഗിക്കുന്നത് ജീവനക്കാർക്ക് കൂടുതൽ പ്രൊഫഷണൽ ലുക്കും ആത്മവിശ്വാസവും നൽകാൻ സഹായിക്കുമെന്ന് പുതിയ ബിസിനസ് പഠനങ്ങളും അടിവരയിടുന്നുണ്ട്. എപ്പോഴും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ മറ്റൊരു പ്രധാന സവിശേഷത അവർ മികച്ച രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് എന്ന് തന്നെയാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് വസ്ത്രം ധരിക്കണം, ഏത് നിറം തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് സമയം കളയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിസിഷൻ ഫാറ്റിംഗ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തളർച്ച എന്നാണ് വിളിക്കുന്നത്. നിരന്തരമായി ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നത് തലച്ചോറിൻ്റെ കാര്യക്ഷമതയെ ബാധിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ തുടങ്ങിയ ലോക പ്രശസ്തരായ വ്യക്തികൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതായി നമുക്കറിയാം. സ്റ്റീവ് ജോബ്സിന്റെ കറുത്ത ടർട്ടിൽ നെക്ക് ടീഷർട്ടുകൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തന്നെയായിരുന്നു. വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ചെറിയ തീരുമാനങ്ങൾക്ക് പിന്നിൽ തങ്ങളുടെ മാനസിക ഊർജം നഷ്ടപ്പെടുത്താതെ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതുവരെ സഹായിച്ചു. കറുപ്പ് നിറം തിരഞ്ഞെടുക്കുന്നതിലൂടെ അവർ തങ്ങളുടെ ജീവിതത്തിൽ ലാളിത്യവും വ്യക്തിത്വവും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്ത് ധരിക്കണം എന്ന അനാവശ്യമായ ആകുലതകളിൽ നിന്നും ഇവർ വളരെ വേഗം മുക്തരാകുന്നു. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മുടെ വികാരങ്ങളെയും പെരുമാറ്റത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞർ നിരന്തരം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ജേണൽ ഓഫ് എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജിയിൽ ഹാജോ ആദവും ആദം ഗാലിൻസ്കിയും ചേർന്ന് അവതരിപ്പിച്ച എൻക്ലോത്ത്ഡ് കോഗ്നിഷൻ എന്ന ആശയം. ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ശ്രദ്ധ, സ്വയം തിരിച്ചറിവ്, മാനസിക പ്രക്രിയകൾ എന്നിവയെ ശക്തമായി സ്വാധീനിക്കുന്നുവെന്നാണ് ഈ പഠനം കണ്ടെത്തുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ സവിശേഷതകൾ നമ്മുടെ ഉപബോധ മനസ്സ് സ്വാംശീകരിക്കുന്നു. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പലർക്കും ഒരു പ്രത്യേക വൈകാരിക സുരക്ഷിതത്വവും ആശ്വാസവും അനുഭവപ്പെടുന്നു. തിളക്കമുള്ള മറ്റു നിറങ്ങളെ അപേക്ഷിച്ച് കറുപ്പ് നിറം അനാവശ്യമായ ശ്രദ്ധയെ അകറ്റി നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പെട്ടെന്ന് വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇൻട്രോവേർട്ടുകളായ ആളുകൾക്ക് കറുപ്പ് ഒരു മികച്ച കവചമായി മാറുകയാണ്. ഇത് ധരിക്കുന്ന ആളുടെ ഉള്ളിലെ ഭയത്തെയോ ആകുലതകളെയോ മറച്ചുപിടിക്കാനും അവർക്ക് ചുറ്റും ഒരു മാനസിക പ്രതിരോധം തീർക്കാനും സഹായിക്കുന്നു. വസ്ത്രം ഒരു ആയുധമായി മാറാൻ കറുപ്പ് തിരഞ്ഞെടുക്കുന്നവർക്ക് സ്വാധീനിക്കുന്നുണ്ട്. മറ്റു നിറങ്ങളിൽ നിന്നും കറുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് അതൊരു നിശ്ചിത മാനസികാവസ്ഥയെ പെട്ടെന്ന് വെളിപ്പെടുത്തുന്നില്ല എന്നതാണ്. ഉദാഹരണത്തിന്, തിളക്കമുള്ള മഞ്ഞ നിറം പെട്ടെന്നൊരു ഉന്മേഷം പ്രകടിപ്പിക്കുമ്പോൾ ചുവപ്പ് നിറം തീക്ഷ്ണമായ ഊർജ്ജത്തെയോ പ്രണയത്തെയോ സൂചിപ്പിക്കുന്നു. പിങ്ക് നിറം മിതൃത്വത്തെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ കറുപ്പ് നിറം കൂടുതൽ സങ്കീർണമാണ്. അത് പെട്ടെന്ന് ഒരാളുടെ വികാരങ്ങളെ പുറത്തു കാണിക്കുന്നില്ല.
ഈ ഒരു സവിശേഷത കറുത്ത വസ്ത്രം ധരിക്കുന്ന വ്യക്തിക്ക് ചുറ്റും ഒരു നിഗൂഢതയുടെ വലയം സൃഷ്ടിക്കുന്നു. അവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ ഈ അവ്യക്തതയ്ക്ക് കഴിയും. ഫാഷൻ ഫോട്ടോഗ്രാഫിയിലും സെലിബ്രിറ്റി സ്റ്റൈലിംഗിലും കറുപ്പ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. മനുഷ്യൻ പൊതുവെ നിഗൂഢതകളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടാറുണ്ട്. കറുപ്പ് ആ ആകർഷണീയത കൃത്യമായി നൽകുന്നു. ഇത് ധരിക്കുന്നയാളെ കൂടുതൽ കൗതുകമുള്ളവരാക്കി മാറ്റുകയാണ്. എപ്പോഴും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്ന് അവർ വിഷാദ രോഗബാധിതരോ ദുഃഖിതരോ അല്ലെങ്കിൽ വൈകാരികമായി ഒറ്റപ്പെട്ടവരോ ആയിരിക്കുമെന്നാണ്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം ഈ പരമ്പരാഗത ധാരണയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഗവേഷകരായ സ്റ്റീഫൻ പാമറും കാരൻ ഷ്ലോസും ചേർന്ന് നടത്തിയ പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത് മനുഷ്യർക്ക് നിറങ്ങളോടുള്ള താല്പര്യം അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ, സാംസ്കാരിക പശ്ചാത്തലം, വൈകാരിക ബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുന്നത് എന്നാണ്. ഇതിനെ അവർ ഇക്കോളജിക്കൽ വാലൻസ് തിയറി എന്ന് വിശേഷിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കറുപ്പ് നിറം ഇഷ്ടപ്പെടാൻ കാരണം അതവർക്ക് നൽകുന്ന ആത്മവിശ്വാസമോ ശാരീരികമായ ഭംഗിയോ അല്ലെങ്കിൽ ലാളിത്യമോ ആകാം. അതൊരിക്കലും അവരുടെ മാനസിക തകർച്ചയുടെ ലക്ഷണമായി കാണാൻ കഴിയില്ല. കറുപ്പ് ധരിക്കുന്നവർ പലപ്പോഴും ഉയർന്ന ലക്ഷ്യബോധമുള്ളവരും തങ്ങളുടെ വികാരങ്ങളെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. നിറങ്ങളുടെ മുൻഗണനകൾ എന്നത് തികച്ചും വ്യക്തിപരവും പോസിറ്റീവുമായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ കറുത്ത വസ്ത്രങ്ങളോടുള്ള പ്രണയം എന്നത് വെറുമൊരു ബാഹ്യമായ അലങ്കാരമല്ല, മറിച്ച് അത് നിങ്ങളുടെ ശക്തമായ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. കാലങ്ങൾ മാറുകയും പുതിയ ഫാഷൻ ട്രെൻഡുകൾ വരികയും പോകുകയും ചെയ്യാം. എന്നാൽ കറുപ്പിൻ്റെ പ്രൗഢി എന്നും മാറ്റമില്ലാതെ അങ്ങനെ തുടരും. അത് ശരീരഘടനയ്ക്കോ പ്രായത്തിനോ ലിംഗഭേദത്തിനോ അതീതമായി എല്ലാവർക്കും ഒരുപോലെ ഇണങ്ങുന്ന ഒന്നാണ്. നിങ്ങളും നിങ്ങളുടെ അലമാരയിൽ കറുത്ത വസ്ത്രങ്ങൾക്ക് കൂടുതൽ സ്ഥാനം നൽകുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ ശക്തമായ ആത്മവിശ്വാസത്തെയും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ആ നിഗൂഢതയും ഗാംഭീര്യവും കറുപ്പിലൂടെ എന്നും അങ്ങനെ തിളങ്ങി നിൽക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.